കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വളരെയധികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കഷായം ഗ്രീഷ്മ എന്നറിയപ്പെടുന്ന ഗ്രീഷ്മയുടെ കേസും അതുപോലെ തന്നെ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇതിൻ്റെ വസ്തുതകൾ നിങ്ങൾക്കറിയാം, എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു. ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവുമായി വളരെ പ്രണയത്തിലായിരുന്നു നമ്മുടെ ഗ്രീഷ്മ. ആ ഗ്രീഷ്മ പ്രണയത്തിലാവുകയും പിന്നീട് ഷാരോണിനേക്കാൾ കുറച്ചുകൂടി മികച്ചൊരു ബന്ധം കിട്ടുമെന്നായപ്പോൾ ഷാരോണിനെ ഗ്രീഷ്മ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അറിയുന്നിടത്തോളം വെച്ച്, അല്ലെങ്കിൽ കേസുകൾ ഗ്രീഷ്മ ബാധിക്കുന്നിടത്തോളം വെച്ച് ഷാരോൺ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ലെന്നും പകരം ഷാരോൺ ഈ ഗ്രീഷ്മയുമായിട്ടുള്ള ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പകർത്തി കൈവശം വെച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ കൊല്ലേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചതെന്നുമൊക്കെ പറഞ്ഞുള്ള ഒരു ഡിഫൻസാണ് ഇന്ന് കോടതിയിൽ ഗ്രീഷ്മ എടുത്തിട്ടുള്ളത്. സാധാരണ ഈ വിഷയമൊന്നും വലിയ ചർച്ചക്കെടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പോലീസും ഈ കുറ്റാന്വേഷണം നടന്ന പോലീസുകാരുമൊക്കെ ഞങ്ങളെന്തോ വലിയ നേട്ടം സംഭവിച്ചിരിക്കുന്നു, വലിയ തോതിലുള്ള ഒരു നീതി ഷാരോണിന് കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അതെന്താണ്? ഒരു പെൺകുട്ടി മായി പ്രണയത്തിലാകുന്ന നമ്മുടെ യുവാക്കളിൽ പലരും, ആ പെൺകുട്ടി പിന്നീട് അവരൊരു പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിലായിട്ട് ഒരു പെൺകുട്ടി ഒരു ആളെ വേണ്ടെന്ന് വെക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് തേപ്പ് എന്ന് പറയുന്നൊരു പദമാണ്. ആ പദമൊക്കെ തന്നെ ശരിയല്ല. കാരണം അങ്ങനെ ഒരു ബന്ധമുണ്ടാകുന്നു, ആ ബന്ധം ചിലപ്പോൾ കുറച്ചുകൂടി ടോക്സിക് ആണെന്ന് തിരിച്ചറിയുകയോ അല്ലെങ്കിൽ വളരെ മോശമാണെന്നോ എനിക്കിതുമായി ഒത്തുപോകാൻ കഴിയില്ല എന്നൊക്കെ തിരിച്ചറിയുകയോ ചെയ്യുമ്പോൾ ഏതൊരാൾക്കും അത് പിരിഞ്ഞു പോകാനുള്ള അവകാശം ഉണ്ടാവേണ്ടതാണ്. അത് മറ്റു പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ വളരെ സ്മൂത്തായി സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൊന്നും വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മൈ ബോസ് എന്ന് പറയുന്ന ഒരു സിനിമയിലായിരിക്കാം ദിലീപ് മമതാ മോഹൻദാസിൻ്റെ കഥാപാത്രത്തിനോട് പറയുന്നുണ്ട്, ഇത് സ്റ്റെപ്പ് മദറും ഇത് സ്റ്റെപ്പ് ഫാദറും ഒക്കെയാണ്, അപ്പോൾ അവരൊക്കെ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്ന് പറയുമ്പോൾ, അതായത് കല്യാണം കഴിച്ച് പിരിഞ്ഞു പോയവരും അവർ മറ്റു കല്യാണം കഴിച്ചിട്ട് പോലും ഇവരുമായൊരു സൗഹൃദം പങ്കിടുന്നു എന്നൊക്കെ പറയുമ്പോൾ ദിലീപ് പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങളൊക്കെ നേരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മക്കും വിളിക്കുകയാണ് ചെയ്യുക, ഇവിടെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമുക്കറിയാം മോഹൻലാലിൻ്റെ കഥാപാത്രം നേരത്തെ കല്യാണം കഴിച്ചിരുന്ന കനിക എന്ന് പറയുന്നൊരു യുവതിയാണ്. ആ കനിക എന്ന് പറയുന്ന നടിയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ആ നടിയെ ഇദ്ദേഹം വേർപിരിഞ്ഞതിന് ശേഷവും മറ്റൊരാളുമായി ശങ്കർ രാമകൃഷ്ണൻ്റെ ഭാര്യയായി ജീവിക്കുമ്പോഴും ഒക്കെ തന്നെ വലിയ തോതിലുള്ളൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആണുങ്ങൾക്കൊക്കെ തന്നെ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ തന്നെ വലിയ വിദ്യാഭ്യാസം ഈ കാര്യത്തിൽ കൊടുക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള നിരവധി കേസുകളുണ്ട്. കാരണം പിരിഞ്ഞു പോകാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ തോൽവി ഉണ്ടാകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ആളുകൾ വയലൻ്റ് ആകുന്ന ഒരു നേച്ചറാണ് കണ്ടിട്ടുള്ളത്. ആ വയലൻ്റ് ആകുന്ന നേച്ചറിൽ പെട്ടിരുന്ന ഒരാളാണോ ഷാരോണെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ള നിരവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിരവധി പെൺകുട്ടികൾ ആസിഡ് അറ്റാക്കിന് വിധേയമാകുന്നത്. മൂവാറ്റുപുഴയിൽ തന്നെ ഒരു പെൺകുട്ടിയെ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് നമുക്കറിയാം. കോഴിക്കോട് ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത് നമുക്കറിയാം. നിരവധി പെൺകുട്ടികൾ അവർ പിന്നെ ജീവിക്കേണ്ടെന്ന് വെച്ച് മുഖത്ത് ആസിഡ് ഒഴിച്ചത് നമുക്കറിയാം. അങ്ങനെ ആസിഡ് ഒഴിച്ചവരുടെ മാത്രം ഒരു കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ ഹൈദരാബാദിൽ നടത്തുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ തങ്ങളെ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത്രമാത്രം കലിപൂണ്ടാൻ എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ പലപ്പോഴും കായികമായ പല മത്സരങ്ങളിലും പങ്കെടുക്കുന്നില്ലെന്നും അങ്ങനെ പങ്കെടുക്കുമ്പോൾ വളരെ നിസ്സാരമായി ഒട്ടും കോസ്റ്റ് ഇല്ലാതെ ചിലവില്ലാതെ നമുക്ക് തോൽക്കാൻ കഴിയുന്ന ഇനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ തോൽവികൾ ശീലമാക്കുകയും റിജക്ഷൻസ് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പഠിക്കുകയും അതിനെയൊക്കെ വളരെ സമചിത്തതയോടുകൂടി നേരിടണമെന്ന് നമ്മൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാഠ്യസമ്പ്രദായം പോലും നമുക്ക് തുടങ്ങേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇത്തരത്തിൽ ഈ ഗ്രീഷ്മയുടെയൊക്കെ കാര്യത്തിലുള്ളതുപോലെ തന്നെ ഒരു ആൾ വിട്ടുപോകുന്നില്ല, അവർ ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ തൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു, ഒരുമിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം താങ്കളെ എങ്ങനെ കാണും? വളരെ മോശക്കാരിയായി കാണും, പിന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള വ്യർത്ഥമായിട്ടുള്ള ധാരണകളിൽ നിന്ന് സ്ത്രീ സമൂഹം കൂടി പുറത്ത് കടക്കേണ്ടതുണ്ട്. ഇപ്പം നാളെ എനിക്ക് കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ അവരുമായി വലിയ സൗഹൃദത്തിലായിരുന്നു, ചില ഫോട്ടോകളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്ന കാര്യങ്ങളൊന്നുമില്ലെന്നും പകരം അതിനുശേഷവും നമുക്ക് ജീവിതമുണ്ടെന്നും ഒക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഒരു വെസ്റ്റേൺ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ആളുകൾ വലിയ വിമർശനമൊക്കെ ഉന്നയിക്കുമെങ്കിൽ പോലും അതിനേക്കാളൊക്കെ വലുത്
വലുതാണ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയിട്ടുള്ള 10, 60, 70 കൊല്ലത്തെ ജീവിതം എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷനുകളിൽ കെട്ടിയിടാനുള്ളതല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടത് നല്ലതാണ്. യഥാർത്ഥത്തിൽ അത് പാഠ്യപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ ഓവർ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഉദാഹരണത്തിന് ഈ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും കാര്യത്തിൽ പോലും ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഇടപെടിപ്പിക്കുകയോ ചിലപ്പോൾ ഷാരോണിനോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം കൊന്നുകളയാം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ യുവത്വം എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് സൈക്കോളജിക്കലി നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു റിജക്ഷൻ നേരിടാൻ പഠിക്കുന്നില്ലെങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രണയബന്ധങ്ങൾക്കും ആത്മാർത്ഥതയും സ്നേഹത്തിനേക്കാളും ഒക്കെ വലുത് പണമാണ് എന്ന് വിചാരിച്ച് കുറച്ചുകൂടി പണമുള്ള ഒരുത്തനെ കിട്ടിയാൽ പോകുന്നൊരു സമ്പ്രദായമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറവൂരിൽ തന്നെ ചേന്ദമംഗലത്ത് വെച്ചൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. 3 പേരുടെ കൊലപാതകമാണ്. ആ 3 പേരുടെ കൊലപാതകം നടന്നിട്ടുള്ളത്, ഒന്ന് വേണു എന്ന് പറയുന്ന 69 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇഷ എന്ന് പറയുന്ന 68 വയസ്സുകാരിയായിട്ടുള്ളൊരു വനിത, കൂടാതെ അവരുടെ വിനീഷ എന്ന് പറയുന്ന അവരുടെ മരുമകൾ 38 വയസ്സ്, അവരുടെ മകൻ ജിതിൻ എന്ന് പറയുന്ന മകൻ. ജിതിൻ വലിയ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ ബാക്കി 3 പേരും മരിച്ചിട്ടുണ്ട്. ഈ 3 പേരും മരിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതു ജയൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്നതാണ്. 3 വീട്ടുകാരുമായിട്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇവനും അമ്മയും മാത്രമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വേണുവിൻ്റെ വീട്ടിലെ പട്ടി ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്ന് പറയുകയും മറ്റു പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് കൂടാതെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പട്ടി അവൻ്റെ വീട്ടിലേക്ക് ചെന്നുവെന്നും ആ പട്ടി അങ്ങനെ വീട്ടിലേക്ക് വരരുത് എന്നും പറഞ്ഞ് നേരെ ഈ വീട്ടിലേക്ക് വരികയും ഈ വീട്ടിലുള്ള ഏറ്റവും ആദ്യത്തെ 3 പേരെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് വീട്ടിലേക്ക് വന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വിനീഷ അതെല്ലാം തന്നെ മൊബൈലിൽ പകർത്താൻ തുടങ്ങിയപ്പോൾ വിനീഷയുടെ തലക്കടിക്കുകയും ഇത് കണ്ടുവന്നിട്ടുള്ള വേണുവിനെയും ഭാര്യ ഇഷയെയും പിന്നെ ഈ പറയുന്ന ഭർത്താവിനെയും ഒക്കെ തന്നെ രൂക്ഷമായി ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വീട്ടിലെ 2 ചെറിയ കുട്ടികൾ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ ഈ ഋതു ജയൻ വലിയ തോതിൽ ലഹരിക്കടിമയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമുക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തേത് വലിയ തോതിൽ നമ്മൾ ലഹരിക്കടിമപ്പെട്ടിട്ടുള്ള ആളുകൾ അകാരണമായി ചെറിയ കാര്യങ്ങളിൽ പോലും അങ്ങേറ്റ പ്രകോപനം ഉണ്ടാവുകയും അവരെ ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പുല്ലേപ്പടി കത്രിക്കടവിൽ വെച്ച് ഒരു ചെറിയ കുട്ടിയോട് ഇതുപോലെ മാനസിക അസ്വസ്ഥം ബാധിച്ച ലഹരിക്കടിമയായിട്ടുള്ള ഒരാൾ വലിയ തോതിൽ കത്തിവെച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു രംഗമുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. സൗത്തിൽ ഒരു പോലീസുകാരൻ ഒന്ന് എന്താണെന്ന് ചോദിക്കുകയും ഒരു സംസാരമുണ്ടാവുകയും ചെയ്യുമ്പോൾ ലഹരിക്കടിമയായിട്ടുള്ള ഒരു പ്രതി പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് ചില ആളുകൾ, അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആളുകൾ വന്ന് സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ, വേണ്ടെന്ന് പറയുന്നില്ല. അതിനുവേണ്ടി അതാണ് 100 127 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്, ലഹരി നിർമ്മാർജ്ജനത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി. യഥാർത്ഥത്തിൽ പോലീസും അതുപോലെ തന്നെ എക്സൈസും ഒക്കെ ചെയ്യേണ്ടത് പ്രോ ആക്റ്റീവായിട്ട് നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു സിറ്റുവേഷൻ ഉണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാകാം എന്ന് വിചാരിച്ച് തന്നെ അതിനെ തടയിടാൻ നിങ്ങൾക്ക് കഴിയണം. അതായത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒക്കെ നമ്മൾ 45-കാരൻ്റെ അകമ്പടിയും സെക്യൂരിറ്റിയും ഒക്കെ ഏർപ്പെടുത്തുന്നത് അവരുടെ ജീവന് സുരക്ഷ എടുക്കാനുള്ള ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള നടപടികളാണ്. കാരണം ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ നമ്മുടെ ജനതകളുടെയൊക്കെ സുരക്ഷതയ്ക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഇത്തരത്തിൽ പ്രോ ആക്റ്റീവായിട്ടുള്ള നടപടികൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ആ തയ്യാറാകണതിൻ്റെ 2 ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സ്കൂളുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പാഠ്യസമ്പ്രദായത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യത്തിൽ ലഹരിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 25,000 കോടി രൂപയിലധികം വരുന്ന ഒരു കപ്പൽ ലഹരി മരുന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള തീരത്ത് വെച്ച് പിടിക്കപ്പെട്ടതിൽ 250 കോടി രൂപയുടെ മയക്കുമരുന്ന് വന്നേക്കുന്നത് കേരളത്തിലേക്കാണെന്ന് അറിയുന്നത്. പക്ഷേ 250 കോടി രൂപ മുടക്കി പിടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് മേടിക്കാൻ കഴിയുന്ന വലിയ പ്രഗത്ഭരായിട്ടുള്ള ആരൊക്കെയോ ഈ കച്ചവടത്തിന് പുറകിലുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ കേരളത്തിൽ ഇന്ന് വരെ ഒരു വലിയ മയക്കുമരുന്ന് റാക്കറ്റിനെയോ അതുകൊണ്ട് സമ്പന്നരായിട്ടുള്ള ആളുകളെയോ പിടികൂടിയിട്ടില്ല. പകരം 3 ഗ്രാമിൻ്റെയും 25 ഗ്രാമിൻ്റെയും 1 കിലോൻ്റെയും 2 കിലോൻ്റെയും വളരെ ചെറിയ തോതിൽ മയക്കുമരുന്നുകൾ കൈവശം വെക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന
ആളുകളെ മാത്രമേ പിടികൂടിയുള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള വലിയ കാട്ടലുകളെ പിടിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അത്തരത്തിലുള്ള നടപടികളാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ കഷായം ഗ്രീഷ്മയുടെ കേസും ഋതു ജയൻ്റെ കേസുമൊക്കെ വെറും വാർത്തകളും ഈവൻറ്റുകളും ആളുകൾക്ക് റീച്ച് കിട്ടാനുള്ള ഒരു വാർത്തകൾ മാത്രമായും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ വലിയ തോതിൽ അന്വേഷണം നടത്തി കണ്ടുപിടിച്ചു, കേസ് തെളിയിച്ചു എന്നുള്ള ഒരു മേനി പറച്ചിലും മാത്രമായി ഒതുങ്ങും. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒതുങ്ങേണ്ടതല്ല. വളരെ ബ്രോഡർ സെൻസിൽ ഇത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമായി കണ്ടുകൊണ്ട് ഗവൺമെൻറ്റുകൾ നടപടിയെടുക്കേണ്ടതാണ്.